കാസർഗോഡ് ജില്ലയിലെ ഉദുമ നിയോജക മണ്ഡലം കെ.പി. കുഞ്ഞിക്കണ്ണനു ശേഷം ഐക്യജനാധിപത്യ മുന്നണിയുടെ കൈകളിൽ അത്ര സുരക്ഷിതമല്ല, ഭദ്രമല്ല എന്ന് കരുതപ്പെടുന്ന ഒരു നിയോജക മണ്ഡലം. പറഞ്ഞു വരുമ്പോൾ ജില്ലയിലെ തന്നെ ഏറ്റവും കൂടുതൽ കോൺഗ്രസിന്റെ പ്രവർത്തകരുള്ള, കോൺഗ്രസിന് ശക്തമായ വ്യക്തമായ വേരോട്ടമുള്ള ഒരു നിയോജക മണ്ഡലം കൂടിയാണ് ഉദുമ. UDF സംവിധാനത്തിലൂടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, യൂത്ത് ലീഗ്, MSF, അതേപോലെ തന്നെ കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, KSUവിൻ്റെ ഒക്കെ ഒരുപാട് നേതാക്കന്മാർ സംഭാവനകൾ ചെയ്ത ഒരു നിയോജക മണ്ഡലം കൂടിയാണ് ഉദുമ. രാജ്മോഹൻ ഉണ്ണിത്താൻ കടന്നു വന്നതോടുകൂടി ഒരു ഓളമുണ്ടാക്കി കാസർഗോഡ് ജില്ല പിടിച്ചെടുത്തതുപോലെ കെ സുധാകരൻ ഉദുമയിലേക്ക് വന്ന് ഉദുമയിലെ ഐക്യജനാധിപത്യ മുന്നണിയെ ഒന്ന് സടകുടഞ്ഞ് എഴുന്നേൽപ്പിച്ച് തിരിച്ചുപോയ അതേ നിയോജക മണ്ഡലം ഉദുമ നിയോജക മണ്ഡലം. പറഞ്ഞു വരുമ്പോൾ ഇപ്രാവശ്യം ഐക്യജനാധിപത്യ മുന്നണി ജനകീയനായ, ജനങ്ങളുടെ കൂടെ നടക്കുന്ന, അവരുടെ പ്രതിസന്ധികളിൽ, പ്രയാസങ്ങളിൽ അവരുടെ കൂടെ നിൽക്കുന്ന, അവകാശങ്ങൾ, ആവശ്യങ്ങൾ, വികസനങ്ങൾ ഏത് കോലായിലാണെങ്കിലും പിടിച്ചു വാങ്ങിക്കൊണ്ടുവന്ന് ഉദുമയിൽ ഒഴുക്കാൻ പറ്റുന്ന ഒരു മുഖത്തെയാണ് ഉദുമ ദാഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ വ്യക്തമായ വിഷനോടുകൂടി ഐക്യജനാധിപത്യ മുന്നണി, UDFന്റെ പ്രത്യേകിച്ചും തരംഗമുള്ള ഈ ഒരു കാലഘട്ടത്തിൽ ഐക്യജനാധിപത്യ മുന്നണി അവതരിപ്പിക്കുന്നത് അങ്ങനെ ഒരാളെ ആണെങ്കിൽ UDFന്റെ A ക്ലാസ് മണ്ഡലമായി ഉദുമയെ കണക്കാക്കാനും അതുപോലെ തന്നെ UDFന്റെ അക്കൗണ്ടിൽ വളരെ വ്യക്തമായ ലീഡോടുകൂടി അടയാളപ്പെടുത്താൻ പറ്റുന്ന ഒരു നിയോജക മണ്ഡലം കൂടിയായി ഉദുമ നിയോജക മണ്ഡലം മാറുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല.